ഹലോ ഗൈസ്, ഹാപ്പി വിഷു. അപ്പം ഇന്ന് വിഷു പ്രമാണിച്ച് അമ്മിച്ചിതേ കാലത്ത് തന്നെ പറമ്പിലുണ്ടായ ചീരയൊക്കെ പറിച്ചെടുക്കണേണ്. അപ്പം ഞങ്ങൾ കെട്ട് കലക്കണ ഒരു പരിപാടി ഉണ്ട് ഈ വിഷുവിൻ്റെ തലേ ദിവസം വിഷുവിൻ്റെ അന്നൊക്കെ. അപ്പം ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളോട് പോകാൻ പറഞ്ഞിട്ട് മീൻ വാങ്ങിക്കാൻ വേണ്ടി ഞാനും ലിൻ്റെയും കൂടി വണ്ടി സ്റ്റാർട്ട് ചെയ്യണേണ്. റോട്ടിലാണെങ്കിൽ നല്ല തിരക്കാണ്. അമ്പലത്തിൽ പോണ ആൾക്കാരും സെറ്റ് മുണ്ടൊക്കെ എടുത്ത് വന്ന് നോക്കി എന്ത് ഭംഗിയാണ് എല്ലാവരെയും കാണാനായിട്ട്. അപ്പം ഞങ്ങൾ വണ്ടിക്ക് അങ്ങോട്ട് പോണേണ്. കെട്ടിൻ്റെ അടുത്ത് എത്തി. പക്ഷെ ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ, മീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. അങ്ങനെ ഞങ്ങൾ ദേ പോയി മാലിപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. നമ്മുടെ ഇവിടുത്തെ മെയിൻ ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഈ മാലിപ്പുറം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഞാൻ ഈ നിൽക്കണ ഷോപ്പിൽ ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള മീനുകൾ കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾക്ക് ഇതേ ആദ്യം ഞാൻ ചെറിയ വിലോപ്പിയാണ്, നല്ല ജീവനുള്ള വിലോപ്പിയായിരുന്നു കേട്ടോ, അത് വാങ്ങിച്ച്. അപ്പോൾ അമ്മ പറഞ്ഞത് വലിയ വിലോപ്പി വാങ്ങിക്കണം, അല്ലെങ്കിൽ കാളാഞ്ചി വാങ്ങിക്കണം. അപ്പോൾ അത് നോക്കി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് എവിടാ നമ്മളൊന്നും അങ്ങോട്ട് അടുപ്പിക്കണം കൂടി ഇല്ല. എന്നുവെച്ചാൽ അവർക്ക് മാറി തന്നാലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനങ്ങനെ വെയിറ്റിങ്ങിലാണ്. ലിൻ്റെ എന്നെ നോക്കി ഇത്രയാണ്. ലാസ്റ്റ് അവൾക്ക് മടുത്ത് വീട്ടിൽ പോവാന്ന് തന്നെ പറയണത്. മേടിച്ചപ്പോൾ കൊള്ളാം, പക്ഷെ അമ്മച്ചിക്ക് വലുതായി ഇഷ്ടം. അവിടെ കുരുക്കി നോക്കണ്ടില്ലേ, അവൾക്ക് വലുതായി അത് ജീവൻ ഉണ്ടാവും പിടക്കനുണ്ടാവുന്നതാണ് അവളെ നോക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. എല്ലാം മീനാണ് വേണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച മീൻ കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ തിരിച്ച് നമ്മൾ അവസാനം വീട്ടിലേക്ക് വന്ന് കയറി. അപ്പോൾ കിട്ടിയതായി ചെറിയ പിലോപ്പിയെങ്കിൽ ചെറിയ പിലോപ്പി. ഞങ്ങളതിൽ ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങളുടെ വിഷുവിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങട്ടെ. അമ്മച്ചിടയിൽ ആദ്യം മീൻ കൊടുക്കട്ടെ, അമ്മ ഹാപ്പിയാവും. അമ്മക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മച്ചിയും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അപ്പോൾ അതേ മീൻ അമ്മയുടെ കയ്യിൽ കൊടുത്ത് ഒരു ഇലയെടുത്തിട്ട് അതിനകത്തോട്ടൊക്കെ ഇട്ട് നോക്കിയപ്പോൾ നല്ല കിടക്കുന്നുണ്ട്. കാലത്തപ്പോൾ പുട്ടിൻ്റെ കൂടെ മീൻചാറ് മതിയെന്ന് ഞാൻ അമ്മനോട് പറഞ്ഞു. നല്ല ഫ്രഷ് മീനും അതിൻ്റെ ആ കറി വെക്കണത് സൂപ്പറായിരിക്കും. പുട്ടിൻ്റെ കൂടെ എനിക്ക് ഇത് മതിയെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞേ. അമ്മ അത് ഉണ്ടാക്കി തന്ന് ഞങ്ങൾ കഴിക്കാൻ പോണേണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു.